ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഒരു കാര്യം മനസ്സുറപ്പിക്കുക, കാത്തിരിക്കുന്ന കാലഘട്ടം നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ആത്മീയ മനുഷ്യനെ, വൈകാരിക മനുഷ്യനെ, വിശ്വാസ ജീവിതത്തെ ദൈവം ബലപ്പെടുത്തുന്ന സമയമാണ്. അതുകൊണ്ടാണ് ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനായി കാത്തിരിക്കുവിൻ. നമ്മുടെ കാത്തിരിപ്പിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നറിയാമോ? വിഷമിച്ചും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും നമ്മുടെ കാത്തിരിപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കാത്തിരിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയും കുറഞ്ഞു, പള്ളിപ്പോക്കും കുറഞ്ഞു, ദൈവവിചാരവും കുറഞ്ഞു, ആകുലത കൂടി, നിരാശ കൂടി. നമ്മുടെ കാത്തിരിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയതിനേക്കാളും മോശമായിട്ട് മാറി. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാനാൻ ദേശത്ത് ദൈവം നമ്മെ എത്തിക്കും. കാരണം ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് മാറില്ല. പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പൂർത്തിയാകുന്നത് വരെ അവരോടുള്ള വിശ്വസ്തതയിൽ, ബന്ധത്തിൽ, പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ആ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങളെല്ലാം നമ്മുടെ ആത്മീയ മനുഷ്യൻ രൂപപ്പെടുന്ന കാലഘട്ടമായിട്ട് മാറുകയും ചെയ്യും.